ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ മൗനരാഗത്തിലെ ഗംഗപ്രസാദും ജെറിയും ഒന്ന് തന്നെയാണോ എന്നൊരു സംശയത്തിൽ തന്നെയാണ് കല്യാണിയും കിരണും ഒക്കെ. അതിന്റെ പുറകിലുള്ള സത്യം മനസ്സിലാക്കണമെന്ന് തന്നെയാണ് അവർ തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും അതിനു വേണ്ടിയിട്ട് അവർ പ്രയത്നം തുടങ്ങിയിട്ടുണ്ട്. ഉടനെ തന്നെ കണ്ടെത്തുന്നുണ്ട് സത്യങ്ങളെല്ലാം തന്നെ ഈ ജെറി ജോൺ തന്നെയാണ് ഗംഗപ്രസാദ് എന്നും തന്റെ തലക്കടിച്ച് വീഴ്ത്തിയത് ജെറി ജോൺ, അതായത് ഗംഗപ്രസാദിന്റെ ആളാണെന്നും, എന്നിട്ട് അവൻ സഹതാപം നടിക്കാൻ വേണ്ടി അവരുടെ മനസ്സിലൊരു ഇടം പിടിക്കാൻ വേണ്ടി മാത്രമാണ് ഗംഗപ്രസാദ് ആ സമയത്ത് കിരണിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതെന്നും, അതുപോലെ തന്നെ ഇപ്പോ നമ്മുടെ ചന്ദ്രസേനനെ തല്ലി വീഴ്ത്തിയത് അയാൾ തന്നെയാണെന്നൊക്കെ തിരിച്ചറിയുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ കല്യാണിയും കാർത്തികയും കൂടി ടെക്സ്റ്റൈൽസിൽ വെച്ച് ഗംഗപ്രസാദിനെ പിടികൂടുകയാണ്. അപ്പോഴായിരിക്കും സത്യങ്ങൾ തിരിച്ചറിയുന്നത്. ഇതെല്ലാം അറിയുമ്പോൾ കിരണിനും ചന്ദ്രസേനും ഒക്കെ സഹിക്കാൻ പറ്റുന്നില്ല. അവൻ അങ്ങനെ വെറുതെ വിട്ടാൽ ശരിയാവില്ല എന്ന് തന്നെയാണ് അവർ തീരുമാനിക്കുന്നത്. എന്തായാലും ചന്ദ്രസേനന്റെ ഗുണ്ടകളും ചന്ദ്രസേനനൊക്കെ തന്നെ ഒന്നിച്ചിറങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ കിരണിന് അസുഖമൊന്നുമില്ല എന്ന് ഗംഗപ്രസാദിനെ തെളിവാക്കി കൊടുക്കുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ ഗംഗപ്രസാദും ആകെ ഒന്ന് ഞെട്ടിപ്പോവുകയാണ്. അങ്ങനെ എല്ലാവരും വട്ടമിട്ടിട്ട് ഒരു ദിവസം നമ്മുടെ ഗംഗപ്രസാദിനെ പിടികൂടുകയാണ്. ചന്ദ്രസേനനും ചന്ദ്രസേനന്റെ ഗുണ്ടകൾ എല്ലാവരും ചേർന്ന് തോക്ക് ചൂണ്ടി നിൽക്കുകയാണ് ഗംഗപ്രസാദിനെ. എന്തായാലും ഇനി ഗംഗപ്രസാദിനെ വെറുതെ വിടാൻ തീരുമാനിക്കുന്നില്ല. അവനെ കൊന്നു കഴിഞ്ഞാലും പോലീസ് സ്റ്റേഷനിലൊന്നും യാതൊരു വിധത്തിലുള്ള കേസും ഉണ്ടാകില്ല എന്നും, അതുപോലെ തന്നെ പോലീസുകാർക്ക് നല്ല ഇഷ്ടമാകും. അതായത് അവർക്ക് ഇവൻ മരിക്കുന്നതിൽ അവർക്കും ഒരു കുഴപ്പവുമില്ല. അത്ര വലിയ കുറ്റവാളിയാണ് ഇവൻ. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഇതിലൊക്കെ തന്നെയാണ് ചന്ദ്രസേനന്റെ മുന്നോട്ടുള്ള ആ ഒരു മനസ്സ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ എല്ലാവരും ചേർന്ന് ഗംഗപ്രസാദിനെ കൊടുക്കുകയും അവനെ വെടിവെച്ച് കൊല്ലാൻ പറ്റുമെങ്കിൽ അതും ചെയ്യുന്ന ഒരു ഭാഗമൊക്കെയാണ് എന്തായാലും വരാൻ പോകുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.